ശാന്തി 31-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ എന്താണോ ദിവസവും പഠിപ്പിക്കുന്നത്, ഈ പഠനം ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ പഠനത്തിലൂടെ തന്നെയാണ് ഉള്ളിലെ സംശയങ്ങൾ ദൂരെയാകുന്നത്. ചോദ്യം: ബാബയുടെ ഹൃദയത്തെ ജയിക്കുന്നതിനുള്ള യുക്തി എന്താണ്? ഉത്തരം: ബാബയുടെ ഹൃദയത്തെ ജയിക്കണമെങ്കിൽ സംഗമയുഗം എപ്പോൾ വരെയുണ്ടോ അതുവരെയും ബാബയോട് യാതൊന്നും ഒളിപ്പിക്കാതിരിക്കൂ. തൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ മേൽ പരിപൂർണ ശ്രദ്ധ നൽകൂ. അഥവാ ഏതെങ്കിലും പാപകർമ്മം ഉണ്ടാകുന്നുവെങ്കിൽ അവിനാശി സർജനെ കേൾപ്പിക്കൂ. അപ്പോൾ ഭാരരഹിതമാകും. ബാബ ഏതൊരു ശിക്ഷണം നൽകുന്നുവോ ഇതുതന്നെയാണ് ആ ഒന്നിൻ്റെ ദയയും കൃപയും ആശീർവാദവും. അതിനാൽ ബാബയോട് ദയയും കൃപയും യാചിക്കുന്നതിന് പകരം സ്വയം തൻ്റെ മേൽ കൃപ കാണിക്കൂ. ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്ത് ബാബയുടെ ഹൃദയത്തെ ജയിക്കൂ. ഓം ശാന്തി. ഇപ്പോൾ ആത്മീയ കുട്ടികൾ ഇതറിയുന്നുണ്ട്. പുതിയ ലോകത്തിൽ സുഖമാണ്, പഴയ ലോകത്തിൽ ദുഃഖമാണ്. ദുഃഖത്തിൽ എല്ലാവരും ദുഃഖത്തിലേക്ക് വരുന്നു, സുഖത്തിൽ എല്ലാവരും സുഖത്തിലേക്ക് വരുന്നു. സുഖത്തിൻ്റെ ലോകത്തിൽ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. പിന്നെ എവിടെയാണോ ദുഃഖമുള്ളത് അവിടെ സുഖത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. എവിടെ പാപമുണ്ടോ അവിടെ പുണ്യത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. എവിടെ പുണ്യമുണ്ടോ അവിടെ പാപത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. അത് ഏതൊരു സ്ഥാനമാണ്? ഒന്നാണ് സത്യയുഗം, മറ്റൊന്നാണ് കലിയുഗം. ഇത് കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ തീർച്ചയായും ഉണ്ടായിരിക്കും. ഇപ്പോൾ ദുഃഖത്തിൻ്റെ സമയം പൂർത്തിയാകുന്നു. സത്യയുഗത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഈ പതീതവും മോശമായ ലോകത്തിൽ നിന്നും അപ്പുറത്തേക്ക് സത്യയുഗത്തിൽ, അതായത് രാമരാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകത്തിൽ സുഖമാണ്, പഴയ ലോകത്തിൽ ദുഃഖമാണ്. ആരാണോ സുഖം നൽകുന്നത് ആ ഒന്ന് തന്നെ ദുഃഖവും നൽകുന്നു എന്നല്ല. അല്ല, സുഖം ബാബ നൽകുന്നു, ദുഃഖം മായ രാവണൻ നൽകുന്നു. ആ ശത്രുവിൻ്റെ കോലം ഓരോ വർഷവും കത്തിക്കുന്നു. ദുഃഖം നൽകുന്നവനെയാണ് എപ്പോഴും കത്തിക്കാറുള്ളത്. കുട്ടികൾക്കറിയാം, എപ്പോഴാണോ അതിൻ്റെ രാജ്യം പൂർത്തിയാകുന്നത് അപ്പോൾ പിന്നെ എന്നേക്കുമായി ഇല്ലാതാകുന്നു. 5 വികാരങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ആദിമധ്യ അന്ത്യം ദുഃഖം നൽകി വന്നത്. ഇവിടെ നിങ്ങൾ ഇരിക്കുകയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം, നമ്മൾ ബാബയുടെ അടുത്തേക്ക് പോകട്ടെ. രാവണനെ നിങ്ങൾ പിതാവ് എന്ന് പറയില്ല. രാവണനെ പരംപിത പരമാത്മാവ് എന്നാരെങ്കിലും പറയുന്നത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ചിലർ വിചാരിക്കുന്നു ലങ്കയിൽ രാവണനുണ്ടായിരുന്നു എന്ന്. ബാബ പറയുന്നു, ഈ മുഴുവൻ ലോകം തന്നെ ലങ്കയാണ്. വാസ്കോഡി ഗാമ സ്റ്റീമറിലൂടെ അഥവാ ബോട്ടിലൂടെ ചുറ്റി സഞ്ചരിച്ചതായി പറയുന്നു. ഏത് സമയത്താണോ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചത് ആ സമയത്ത് എയ്റോപ്ലെയിനും മറ്റും ഉണ്ടായിരുന്നില്ല. ട്രെയിനും സ്റ്റീമിലൂടെയാണ് ചലിച്ചിരുന്നത്. ഇലക്ട്രിസിറ്റി വേറെ വസ്തുവാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ലോകം ഒന്നേ ഉള്ളൂ. പുതിയതിൽ നിന്നും പഴയതും പഴയതിൽ നിന്നും പുതിയതുമാകുന്നു. സ്ഥാപന, പാലന, വിനാശം എന്നല്ല പറയേണ്ടത്. അല്ല, ആദ്യം സ്ഥാപന, പിന്നെ വിനാശം, പിന്നീട് പാലന. ഇതാണ് റൈറ്റായ വാക്കുകൾ. പിന്നീട് രാവണൻ്റെ പാലന ആരംഭിക്കുന്നു. അത് അസത്യവും വികാരിയും പതീതവും ആകുന്നതിൻ്റെ പാലനയാണ്. അതിലൂടെ എല്ലാവരും ദുഃഖിതരാകുന്നു. ബാബയാണെങ്കിൽ ഒരിക്കലും ആർക്കും ദുഃഖം നൽകുന്നില്ല. ഇവിടെ തമോപ്രധാനമാകുന്നത് കാരണം ബാബയെ തന്നെ സർവവ്യാപി എന്ന് പറയുന്നു.
നോക്കൂ എന്തായി മാറിയിരിക്കുകയാണ്. ഇത് കുട്ടികളായി നിങ്ങൾക്ക് നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. വളരെ സഹജമാണ്, കേവലം അൽഫിൻ്റെ കാര്യമാണ്. മുസ്ലിങ്ങളും പറയുന്നു, എഴുന്നേറ്റ് അള്ളാഹുവിനെ ഓർമ്മിക്കൂ. സ്വയവും രാവിലെ എഴുന്നേൽക്കുന്നു. അവർ പറയുന്നു, അള്ളാഹുവിനെ അഥവാ ഖുദായെ ഓർമ്മിക്കൂ. നിങ്ങൾ പറയും, ബാബയെ ഓർമ്മിക്കൂ. ബാബ എന്ന വാക്ക് വളരെ മധുരമാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ സമ്പത്ത് ഓർമ്മ വരികയില്ല. ബാബ എന്ന് പറയുമ്പോൾ സമ്പത്ത് ഓർമ്മ വരും. മുസൽമാന്മാർ പിതാവ് എന്ന് പറയുന്നില്ല, അവർ പിന്നെ അള്ളാഹമ്മിയ എന്ന് പറയുന്നു. അതായത് യജമാനൻ അഥവാ പതി അള്ളാഹു. മിയ ബീബി, അതായത് പതി പത്നി. ഈ എല്ലാ വാക്കുകളും ഭാരതത്തിലുണ്ട്. പരംപിത പരമാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ ശിവലിംഗം ഓർമ്മ വരും. യൂറോപ്പ് വാസികൾ ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ഭാരതത്തിലാണെങ്കിൽ കല്ലിലും മൺകട്ടയിലും ഭഗവാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശിവലിംഗവും കല്ലിൻ്റേതാണ്. ഈ കല്ലിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഭഗവാനെ ഓർമ്മിക്കുമ്പോൾ കല്ല് തന്നെ മുന്നിൽ വരുന്നു. കല്ലിനെ ഭഗവാനായി മനസ്സിലാക്കി പൂജിക്കുന്നു. കല്ല് എവിടെ നിന്നാണ് വരുന്നത്? പർവ്വതങ്ങളിലെ അരുവികളിലൂടെ വീണ് വീണ് ഗോളവും മിനുസമുള്ളതുമായി മാറുന്നു. പിന്നെ എപ്രകാരത്തിലുള്ള നാച്ചുറൽ അടയാളങ്ങളും ഉണ്ടാകുന്നു? ദേവീ ദേവതമാരുടെ മൂർത്തി ഇങ്ങനെയല്ല ഉണ്ടാകുന്നത്. കല്ലിനെ കൊത്തി കൊത്തി കാതും വായും മൂക്കും കണ്ണുമെല്ലാം എത്ര സുന്ദരമായി ഉണ്ടാക്കുന്നു. വളരെയധികം ചിലവ് ചെയ്യുന്നു. ശിവബാബയുടെ മൂർത്തിക്ക് ഏതെങ്കിലും ചിലവിൻ്റെയോ മറ്റോ കാര്യമില്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ തന്നെ ദേവീ ദേവതമാർ ചൈതന്യത്തിൽ സ്വയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൈതന്യത്തിൽ ആയിരിക്കുമ്പോൾ പൂജയും മറ്റും ഉണ്ടായിരിക്കുകയില്ല. എപ്പോഴാണോ കല്ല് ബുദ്ധിയാകുന്നത് അപ്പോൾ കല്ലിൻ്റെ പൂജ ചെയ്യുന്നു. ചൈതന്യമായിരിക്കുമ്പോൾ പൂജ്യമാണ്, പിന്നെ പൂജാരിയായി മാറുന്നു. അവിടെ പൂജാരിയുമില്ല, ഏതെങ്കിലും കല്ലിൻ്റെ മൂർത്തിയുമില്ല, ആവശ്യമേ ഇല്ല. ആരാണോ ചൈതന്യത്തിൽ ഉണ്ടായിരുന്നത് അവരുടെ അടയാളം സ്മാരകത്തിനായി കല്ലുകളിൽ വയ്ക്കുന്നു. ഇപ്പോൾ ഈ ദേവതമാരുടെ കഥ നിങ്ങൾക്കറിയാം. ഈ ദേവതമാരുടെ ജീവിത കഥ എന്തായിരുന്നു? വീണ്ടും അതുതന്നെ റിപ്പീറ്റാകുന്നു. മുൻപ് ഈ ജ്ഞാനചക്ഷുസ് ഉണ്ടായിരുന്നില്ല, കല്ല് ബുദ്ധി പോലെയായിരുന്നു. ഇപ്പോൾ ബാബയിലൂടെ ഏതൊരു ജ്ഞാനം ലഭിച്ചുവോ ജ്ഞാനം ഒന്ന് തന്നെയാണ്, എന്നാൽ എടുക്കുന്നവർ നമ്പർ വൈസാണ്. നിങ്ങളുടെ രുദ്രമാലയും ഈ ധാരണ അനുസരിച്ച് തന്നെയാണ് ഉണ്ടാകുന്നത്. ഒന്നാണ് രുദ്രമാല, മറ്റൊന്നാണ് രുണ്ടമാല. ഒന്നാണ് ബ്രദേഴ്സിൻ്റേത്, രണ്ടാമത്തേതാണ് ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും. നമ്മൾ ആത്മാക്കൾ വളരെ ചെറിയ ചെറിയ ബിന്ദുവിന് സമാനമാണ് എന്നത് ബുദ്ധിയിൽ വരുന്നു. ഭൃഗുടിയുടെ മധ്യത്തിൽ അത്ഭുത നക്ഷത്രം തിളങ്ങുന്നതായി പാടപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാക്കൾ ചൈതന്യമാണ്, ഒരു ചെറിയ നക്ഷത്രം പോലെയാണ്. പിന്നെ എപ്പോഴാണോ ഗർഭത്തിൽ വരുന്നത് അപ്പോൾ ആദ്യം എത്ര ചെറിയ പിണ്ഡമായിരിക്കും, പിന്നെ എത്ര വലുതാകുന്നു. അതേ ആത്മാവ് തൻ്റെ ശരീരത്തിലൂടെ അവിനാശി പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ശരീരത്തെ തന്നെ പിന്നെ എല്ലാവരും ഓർമ്മിക്കാൻ തുടങ്ങുന്നു. ഈ ശരീരം തന്നെ നല്ലതും മോശവുമായത് കാരണം എല്ലാവരെയും ആകർഷിക്കുന്നു. സത്യയുഗത്തിൽ ആത്മാഭിമാനിയാകൂ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ എന്ന് പറയുകയില്ല. ഈ ജ്ഞാനം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ആത്മാവ് പതീതമായിരിക്കുകയാണ്. പതീതമായത് കാരണം ഏതൊരു കാര്യം ചെയ്യുന്നുവോ അതെല്ലാം തലകീഴാകുന്നു. ബാബ നേരായ കാര്യം ചെയ്യിക്കുന്നു, മായ തലകീഴായ കാര്യം ചെയ്യിക്കുന്നു. ഏറ്റവും തലകീഴായ കാര്യമാണ് ബാബയെ സർവവ്യാപി എന്ന് പറയുന്നത്.
പാർട്ട് അഭിനയിക്കുന്ന ആത്മാവ് അവിനാശിയാണ്. അതിനെ കത്തിക്കുന്നില്ല, അതിനെ പൂജിക്കുന്നു, ശരീരത്തെ കത്തിക്കുന്നു. ആത്മാവ് എപ്പോഴാണോ ശരീരം ഉപേക്ഷിക്കുന്നത്, അപ്പോൾ ശരീരത്തെ കത്തിക്കുന്നു. ആത്മാവ് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നു. ആത്മാവില്ലാതെ ശരീരത്തെ 2-4 ദിവസം പോലും വയ്ക്കാൻ സാധിക്കില്ല. ചിലരാണെങ്കിൽ പിന്നെ ശരീരത്തിൽ ഔഷധങ്ങളും മറ്റും പുരട്ടി വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ നേട്ടം എന്താണ്? ക്രിസ്ത്യൻസിൻ്റെ ഒരു സെയിൻറ്റ് സേവിയർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോഴും സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആ ആളുടെയും ക്ഷേത്രം ഉണ്ടാക്കപ്പെട്ടതുപോലെയാണ്. ആരെയും കാണിക്കുന്നില്ല, കേവലം ആ ആളുടെ പാദം കാണിക്കുന്നു. ഇങ്ങനെ പറയുന്നു, ആരെങ്കിലും പാദം സ്പർശിക്കുകയാണെങ്കിൽ രോഗി ആവുകയില്ല. പാദം സ്പർശിക്കുന്നതിലൂടെ രോഗം ലഘൂകരിക്കപ്പെടുന്നു. അപ്പോൾ ആ ആളുടെ കൃപയാണ് എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഭാവനയ്ക്ക് ഫലം ലഭിക്കുന്നു. നിശ്ചയബുദ്ധി ആകുന്നതിലൂടെ അല്പം നേട്ടമുണ്ടാകുന്നു. പിന്നെ ഇങ്ങനെയാണെങ്കിൽ അനേകം പേർ അവിടെ പോയേനെ, മേള നടന്നേനെ. ബാബയും ഇവിടെ വരുന്നു, എന്നിട്ടും ഇത്ര അനേകം പേരില്ല. അനേകം പേർക്കുള്ള സ്ഥലവുമില്ല. അനേകം ആകുന്നതിൻ്റെ സമയം വരുമ്പോൾ വിനാശമുണ്ടാകും. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിന് ആദിയും അന്ത്യവുമില്ല. പിന്നെ വൃക്ഷത്തിൻ്റെ ജീർണിച്ച അവസ്ഥ ഉണ്ടാകുന്നു, അതായത് തമോ പ്രധാനമായി മാറുന്നു. അപ്പോൾ ഈ വൃക്ഷം ചേഞ്ച് ആകുന്നു. എത്ര പരിധിയില്ലാത്ത വലിയ വൃക്ഷമാണിത്. ആർക്കാണോ ആദ്യ നമ്പറിൽ പോകേണ്ടത് അവർ ആദ്യം വരും. നമ്പർ അനുസരിച്ച് വരുമല്ലോ. എല്ലാ സൂര്യവംശികളും ഒരുമിച്ച് വരികയില്ല. ചന്ദ്രവംശികളും എല്ലാവരും ഒരുമിച്ച് വരുന്നില്ല. നമ്പർ അനുസരിച്ച്, മാല അനുസരിച്ച് തന്നെയാണ് വരുന്നത്. പാർട്ടധാരികൾ എല്ലാവരും എങ്ങനെയാണ് ഒരുമിച്ച് വരിക? കളി തന്നെ കേടായി പോയേനെ. ഈ കളി വളരെ ആക്യുറേറ്റായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുക സാധ്യമല്ല. മധുരമായ കുട്ടികൾ എപ്പോഴാണോ ഇവിടെ ഇരിക്കുന്നത്, അപ്പോൾ ബുദ്ധിയിൽ ഇത് ഓർമ്മയുണ്ടായിരിക്കണം. മറ്റ് സത്സംഗങ്ങളിൽ മറ്റു കാര്യങ്ങൾ ബുദ്ധിയിൽ വരുന്നു. ഇത് ഒരേ ഒരു പഠനമാണ്. ഇതിലൂടെ നിങ്ങളുടെ സമ്പാദ്യം ഉണ്ടാകുന്നു. ആ ശാസ്ത്രങ്ങളും മറ്റും പഠിക്കുന്നതിലൂടെ സമ്പാദ്യം ഉണ്ടാകുന്നില്ല. പിന്നെ കുറച്ചൊക്കെ നല്ല ഗുണമുണ്ടാകുന്നു. ഗ്രന്ഥം പഠിക്കുവാനിരിക്കുന്നു. എല്ലാവരും നിർവികാരിയാകുന്നൊന്നുമില്ല. ബാബ പറയുന്നു, ഈ ലോകത്തിൽ എല്ലാവരും ഭ്രഷ്ടാചാരത്തിലൂടെയാണ് ജനിക്കുന്നത്. കുട്ടികളായ നിങ്ങളോട് ചിലർ ചോദിക്കുന്നു, അവിടെ ജന്മം എങ്ങനെ ഉണ്ടാകും? പറയൂ, അവിടെ 5 വികാരങ്ങളേ ഇല്ല. യോഗബലത്തിലൂടെയാണ് കുട്ടികൾ ജനിക്കുന്നത്. ആദ്യമേ തന്നെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. കുട്ടി വരാൻ പോകുന്നു. അവിടെ വികാരത്തിൻ്റെ കാര്യമേ ഇല്ല. ഇവിടെയാണെങ്കിൽ കുട്ടികളെയും മായ വീഴ്ത്തുന്നു. ചിലരൊക്കെ ബാബയോട് വന്ന് കേൾപ്പിക്കുകയും ചെയ്യുന്നു. കേൾപ്പിക്കുകയില്ലെങ്കിൽ 100 മടങ്ങ് ശിക്ഷയുണ്ടാകും. ബാബ എല്ലാ കുട്ടികളോടും പറയുന്നു, ഏതെങ്കിലും പാപകർമ്മം ഉണ്ടാവുകയാണെങ്കിൽ ബാബയോട് ഉടൻ പറയേണ്ടതാണ്. ബാബ അവിനാശി വൈദ്യനാണ്. സർജനെ കേൾപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ഭാരരഹിതമാകും. എപ്പോൾ വരെ സംഗമയുഗമുണ്ടോ അതുവരെയും ബാബയോട് ഒന്നും ഒളിപ്പിക്കരുത്. ചിലർ ഒളിപ്പിക്കുന്നു. അപ്പോൾ ബാബയുടെ ഹൃദയത്തെ ജയിക്കുവാൻ സാധിക്കുന്നില്ല. മുഴുവൻ ആധാരവും പുരുഷാർത്ഥത്തിന്മേലാണ്. സ്കൂളിൽ വരികയേയില്ലെങ്കിൽ ക്യാരക്ടർ എങ്ങനെ നന്നാകും? ഈ സമയത്ത് എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് മോശമാണ്. വികാരം തന്നെയാണ് ആദ്യ നമ്പറിലെ മോശമായ ക്യാരക്ടേഴ്സ്. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ, കാമവികാരം നിങ്ങളുടെ മഹാശത്രുവാണ്. മുൻപും ഈ ഗീതയുടെ ജ്ഞാനം കേട്ടിരുന്നു. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുമായിരുന്നില്ല. ഇപ്പോൾ ബാബ ഡയറക്റ്റായി ഗീത കേൾപ്പിക്കുന്നു. ഇപ്പോൾ ബാബ കുട്ടികളായി നിങ്ങൾക്ക് ദിവ്യ ബുദ്ധി നൽകി. അപ്പോൾ ഭക്തിയുടെ പേര്
കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നു. എന്തെല്ലാമാണ് ചെയ്തിരുന്നത്. ഇപ്പോഴാണെങ്കിൽ ബാബ ശിക്ഷണങ്ങൾ നൽകുന്നു. ഇതിൽ ദയയുടെയോ കൃപയുടെയോ ആശീർവാദത്തിൻ്റെയോ കാര്യമില്ല. സ്വയം തൻ്റെ മേൽ തന്നെ ദയയും കൃപയും ആശീർവാദവും കാണിക്കണം. ബാബയാണെങ്കിൽ ഓരോ കുട്ടിയെയും പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. ചിലരാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്ത് ബാബയുടെ ഹൃദയത്തെ ജയിക്കുന്നു. ചിലരാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്ത് മരിച്ചു പോവുകയും ചെയ്യുന്നു. ബാബയാണെങ്കിൽ ഓരോ കുട്ടിയെയും ഒന്നുപോലെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ചില സമയത്ത് ഇങ്ങനെയുള്ള ഗുഹ്യമായ കാര്യങ്ങൾ വരുന്നു. അതിലൂടെ പഴയ സംശയമേ മാറിപ്പോകുന്നു. പിന്നെ എഴുന്നേറ്റ് നിൽക്കുന്നു. അതിനാൽ ബാബയുടെ പഠനം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. മുഖ്യമായത് ബാബയുടെ ഓർമ്മയാണ്. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യേണ്ടതുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും മോശമായി സംസാരിച്ചുവെങ്കിൽ കേട്ടും കേൾക്കാതിരിക്കണം. ഹിയർ നോ ഈവിൾ. ഉയർന്ന പദവി നേടണമെങ്കിൽ മാനം അപമാനം, ദുഃഖം സുഖം, ജയം പരാജയം എല്ലാം തീർച്ചയായും സഹിക്കണം. ബാബ എത്ര യുക്തികൾ പറഞ്ഞു തരുന്നു. എന്നിട്ടും കുട്ടികൾ ബാബയുടേതും കേട്ടിട്ടും കേട്ടില്ലെന്ന് വരുത്തുന്നു. അപ്പോൾ അവർ എന്ത് പദവി നേടും? ബാബ പറയുന്നു, എപ്പോൾ വരെ അശരീരിയായിട്ടില്ലയോ അതുവരെ മായയുടെ എന്തെങ്കിലുമൊക്കെ മുറിവ് ഏറ്റുകൊണ്ടിരിക്കും. ബാബ പറയുന്നത് മാനിക്കുന്നില്ലെങ്കിൽ ബാബയുടെ ഡിസ്റിഗാർഡ് ചെയ്യുകയാണ്. എന്നിരുന്നാലും ബാബ പറയുന്നു, കുട്ടികളെ സദാ ജീവിച്ചും ഉണർന്നും ഇരിക്കൂ. ബാബയെ ഓർമ്മിച്ച് ഉയർന്ന പദവി നേടൂ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ആരെങ്കിലും തലകീഴായ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ കേട്ടും കേൾക്കാതിരിക്കണം. ഹിയർ നോ ഈവിൾ. ദുഃഖം സുഖം, മാനം അപമാനം എല്ലാം സഹിക്കണം. ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അത് ഒരിക്കലും കേട്ടിട്ട് കേൾക്കാതിരുന്ന് ബാബയുടെ ഡിസ്റിഗാർഡ് ചെയ്യരുത്. മായയുടെ മുറിവിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അശരീരി ആയിരിക്കുന്നതിൻ്റെ അഭ്യാസം തീർച്ചയായും ചെയ്യണം. വരദാനം. ബാബയ്ക്ക് സമാനം ദയാഹൃദയരായി സർവരോടും ക്ഷമിക്കുകയും സ്നേഹം നൽകുകയും ചെയ്യുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബയെ ദയാഹൃദയം മേഴ്സിഫുൾ എന്ന് പറയുന്നു, ഇതേപോലെ കുട്ടികളായ താങ്കളും മാസ്റ്റർ ദയാഹൃദയരാണ്. ആരാണോ ദയാഹൃദയർ അവർക്ക് തന്നെയാണ് മംഗളം ചെയ്യുവാൻ സാധിക്കുന്നത്. അമംഗളം ചെയ്യുന്നവരോടും ക്ഷമിക്കാൻ സാധിക്കുന്നത്. അവർ മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമായിരിക്കും. അവരുടെ അടുക്കൽ സ്നേഹമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. വർത്തമാന സമയത്ത് സമ്പത്തിനേക്കാളും കൂടുതൽ സ്നേഹത്തിൻ്റെ ആവശ്യകതയുണ്ട്. അതിനാൽ മാസ്റ്റർ ദാതാവായി സർവർക്കും സ്നേഹം നൽകിക്കൊണ്ടിരിക്കൂ. ആരും ഒഴിഞ്ഞ കൈയോടെ പോകരുത്. സ്ലോഗൻ. തീവ്ര പുരുഷാർത്ഥി ആകാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എവിടെ ആഗ്രഹമുണ്ടോ അവിടെ വഴി ലഭിക്കും. ഓം ശാന്തി. ശാന്ത സ്വരൂപ ആത്മാവാണ് ഞാൻ. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിക്കുകയാണ്. ഈ സാകാര ലോകത്തിൽ അശാന്തിയുടെ അഗ്നിയിൽ എരിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ശാന്തിയുടെ മഹാദാനി ആകേണ്ടതുണ്ട്.
ഈ സങ്കല്പം എന്നെ സ്വാഭാവികമായി ശാന്തിയുടെ സാഗരനായ ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യിക്കുന്നു. ദിവ്യ ജ്യോതിസായ ശിവബാബയിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ എൻ്റെ ചിത്തത്തിൽ നിറയുന്നു. ശാന്തിയുടെ ശക്തി എന്നിൽ പൂർണ്ണമായും നിറയുന്നു. ഈ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ വിശ്വത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ അശാന്തതയുടെ അഗ്നിയിലെരിയുന്ന ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അഗ്നിയെ അണയ്ക്കട്ടെ. അവരുടെ ചിത്തം ശാന്തമാകട്ടെ. അവർ ശാന്തസ്വരൂപ ആത്മാക്കളായി മാറട്ടെ. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവരും ശാന്തി സാഗരൻ്റെ നേർക്ക് ആകർഷിക്കപ്പെടട്ടെ.